ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് നവറോസ് കലാഭവൻ അല്ലേ? എത്ര വർഷമായി ഉണ്ടാവും ഈ പരിപാടി തുടങ്ങിയിട്ട്? നവറോസ് കലാഭവന് ഞങ്ങൾ രൂപം കൊണ്ടിട്ടിപ്പം ഒരു 30 വർഷത്തിൻ്റെയോളം മുന്നിലുണ്ട്. ഒരുപാട് കലാഫീൽഡ് മിമിക്രി നമ്മൾ ആദ്യം ഞാൻ ഇപ്പോൾ സംസ്ഥാനത്തിൽ 90-ൽ സംസ്ഥാന മിമിക്രി ആർട്ടിസ്റ്റാണ്. 1ാം സ്ഥാനം വാങ്ങിയ ആളാണ്. അതിന് ശേഷം കുറച്ച് കൊച്ചിലൊക്കെ വർക്ക് ചെയ്ത് പിന്നെ നവറോസ് കലാഭവൻ എന്ന് പറഞ്ഞ ടീമായിട്ട് നമ്മളിവിടെ തിരൂർ തുടങ്ങി. പറവണ്ണയിലും തുടങ്ങിയത്. അവിടെ നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രോത്സാഹനം അത് നമ്മളെ വിജയമായിട്ടാണ്. നമ്മളെ JMCC എന്ന് പറഞ്ഞ ക്ലബ്ബുകളും പിന്നെ നമ്മളെ അവിടെയുള്ള നാട്ടുകാർ മൊത്തം നമ്മളോട് സഹകരിച്ച് എല്ലാവരും നമ്മളൊരു കലാകാരനാക്കിയത് നമ്മളെ നാട്ടുകാരാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പൂങ്കോട്ടുകളാണ്. നമ്മൾ കുഴപ്പമില്ല, നല്ല വർക്കും ഓഫീസും കാര്യങ്ങളൊക്കെ. ഈ മുട്ടിപ്പാട്ടുമായിട്ട് ഇപ്പോൾ അടുത്ത കാലങ്ങളിലാണല്ലോ അതിപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത്. കുറച്ച് സ്റ്റേജുകളിലൊക്കെ അത്യാവശ്യം നല്ല പരിപാടിയായിട്ട് ഇപ്പം നമ്മൾ 6ാമത്തെ സ്റ്റേജാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. മുട്ടിപ്പാട്ടായിട്ട് 6ാമത്തെ സ്റ്റേജാണ്. അപ്പം നമുക്കിനി വന്ന് പെൻഡിങ്ങിലുള്ള വർക്കുകളുണ്ട്. 23-ാം തീയതി അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഇപ്പോൾ വർക്കുകൾ കുഴപ്പമില്ല. ഇപ്പം നമ്മളൊന്നും കൂടെ വിപുലീകരിച്ച് ഇതിൽ നമുക്ക് കുറച്ച് കോലിൻ്റെ ഒരു പരിപാടികളുണ്ട്. നമുക്ക് ഇതിൻ്റെ കോലിൻ്റെ കോൽക്കളി പോലത്തെ ഒരു സംഭവം കൂടുതൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റേജ് സൗകര്യം മൂലമാണ് നമ്മളെ പരിപാടി വേണ്ട. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് മെമ്പേഴ്സ് അതിൽ നമ്മളെ ക്ലബ്ബിൽ തന്നെ ഇതിൽ പങ്കെടുക്കാത്ത ഒരുപാട് കലാകാരന്മാർ കലാകാരികൾ മെയിലൊക്കെ ആയിട്ട് നമ്മളുണ്ട്. ഇൻസ്ട്രുമെന്റ്സിന്റെ ഓർക്കസ്ട്ര എല്ലാവരും എല്ലാം നമുക്ക് ഏത് സ്റ്റേജിൽ ഒപ്പന മുതൽ എല്ലാ ഹായ്, നമസ്കാരം. അപ്പോൾ യൂസഫ് ഖാൻ പറഞ്ഞ പോലെ നമ്മുടെ വട്ടപ്പാട്ടി ടീം തുടങ്ങിയിട്ടുണ്ട് നവറോസിൻ്റെ പേരിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രമ്മറും ഒരു സിംഗറും കൂടെയാണ് ഞാൻ തിരൂര് മംഗലം സ്വദേശിയാണ്. സതീഷ് എന്ന പേര്. ഒത്തിരി വർഷമായി ഫീൽഡിൽ. എന്തായാലും ഈ സംരംഭം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ല നല്ല പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് തരണമെന്ന് ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ സതീഷിനൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ സംരംഭമാണ്. കൂടുതൽ വാദ്യോപകരണങ്ങൾ ഇല്ലാണ്ട് ഒരു ജാസും ഒരു ഡ്രംസും വെച്ചിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് സ്ട്രെയിനാണ്, ഇപ്പോഴത്തെ ട്രെൻഡാണത്. അപ്പോൾ ഞങ്ങളത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുമായിട്ട് കുറേ പാട്ടുകളൊക്കെ ശേഖരിച്ച് ഗായകർക്ക് കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവും. കാരണം വായ്പാട്ടായതുകൊണ്ട് ഒരേ രൂപത്തിൽ ഒരേ താളത്തിൽ ഉയർന്ന പാട്ടുകളായത്. ഉണ്ടെങ്കിലേ
വരുന്നു